ഓങ്കാരം ശംഖിൽ ചേരുമ്പോൾ ഈറൻ മാറുന്ന വെൺമലരേ. അയ്യോ ഇന്ന് ഈ വീട്ടിലെ പണികളൊന്നും തീരുന്നു എനിക്ക് തോന്നുന്നില്ല. അയ്യോ എന്തോരം പണികളാണോ, അലക്കാനുണ്ട്, തുടക്കാനുണ്ട്, ഓലമിടയാനുണ്ട്. ഈ നായാലെന്നെ തല്ലിക്കൊല്ലും, അത് ഉറപ്പാ. ദീപം വിളക്ക് വെക്കാനുള്ള സമയമായല്ല. ഹരിനാമം ചൊല്ലുമ്പോൾ തിളങ്ങുന്ന അയ്യോ മോനെ അയ്യാ അങ്ങനെ സ്ത്രീകളുടെ ആധിപത്യം വന്ന് അച്ഛനൊരു പരദൂഷണം പറയാന്ന് വിചാരിക്കരുത്. എടാ അപ്പുറത്തെ വീട്ടിലെ സുരേഷിന്റെ ഭാര്യയില്ലേ, ഈ സുരേഷിന്റെ അവരുടെ വീട്ടിൽ കൊണ്ടേ വിട്ട്. സുരേഷിനെ എന്നാണ് ഇന്നലെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ അച്ഛൻ അമ്മ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ടില്ലേ, ഈ പുരുഷധനം കൊടുക്കാത്തതിന്റെ പേരിലാണോ കൊണ്ടുവിട്ടത്? അല്ല, പിന്നെ സംശയം. സംശയോ? ഭയങ്കര സംശയം. അയ്യോ എന്റെ BP മോൾ അതുപോലെ തന്നെ. അല്ല അവളുടെ പേര് പറഞ്ഞ എനിക്ക് BP കയറുന്നേ. ബിബി മോള് അവളെന്തെന്നാ ഈ ചട്ടിയും കലക്കുമ്പോ തട്ടിയും മുട്ടിയിരിക്കും. എന്നെ വഴക്ക് പറയുന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടാണ്, എന്നെ തല്ലുന്നുണ്ടെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നതാണ്. ഒരു കുഴപ്പമില്ല എനിക്ക് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഗോപാലന്റെ മോളല്ലേ? അതെ. പത്തം കുത്തിയ കുമ്പളം മുളക്കോടാ. വേറെ കാര്യമുണ്ട്. എന്ത്? അവൾക്ക് ദേഷ്യം ഒന്നും വിടില്ല. അവള് മുടിക്കുത്ത് പിടിച്ച് വലിക്കും. ഇങ്ങനെ വലിച്ചു 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 ഇപ്പൊ എനിക്ക് പിടിച്ച് വലിക്കാൻ മുടിയില്ല കണ്ട. എടാ മോനെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ആണുങ്ങളല്ലേ, ആണുങ്ങൾ പരമാവധി സഹിക്കും ക്ഷമിക്കും ഒക്കെ വേണം. എടാ പണ്ട് എന്റെ മുത്തച്ഛന്റെ കാലത്ത് മുത്തച്ഛൻ ഒരു വര വരച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോഴാ പെണ്ണുങ്ങൾ ഒരു വര വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നടുക്ക് കയറി നിൽക്കും. അതാണ് അവസ്ഥ. എടാ അവിടെ നിന്ന് ബുള്ളറ്റിന്റെ ശബ്ദം കേൾക്കണത്. ബുള്ളറ്റിന്റെ ശബ്ദമല്ല, അവളുടെ കാര്യം പറഞ്ഞപ്പോ എന്റെ നെഞ്ച് കിടന്ന് പെടക്കണ ശബ്ദമാണ് കേൾക്കണത്. എന്നാ ശബ്ദം നീ കൂട്ടിക്കോ. ബിബി വന്നുണ്ട്. അയ്യോ എന്റെ സമാധാനം പോയി. പ്രഭയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാ, അപ്പൊ ആദ്യം ചെരുപ്പ് അങ്ങനെ കൂട്ടിയിടന്ന് പറഞ്ഞിട്ടുണ്ടാ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൂടാ പ്രഭേ? മോളെ കന്ന വഴി ഒരാളെ തല്ലുവാണോ മോള്? എന്റെ ഭർത്താവിനെ ഞാൻ തല്ലണത് അച്ഛൻ എന്തുവാ? എടാ ഇനി സമയം കിടക്കോളേടി തല്ലിക്കൊല്ലാൻ. പയ്യ തിന്ന പനയും തിന്ന. അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നാ മോളെ? ഞാൻ രാവിലെ ബാറിൽ ചെന്നപ്പോഴേ നമുക്കറിയാവുന്ന ഒരാൾ അവിടെ നിന്ന് ഇപ്പനടിക്കണ്. ആരാ മോളെ? അച്ഛന്റെ ഭാര്യ, എന്റെ അമ്മായിയമ്മ. അവളെങ്ങനെയുണ്ട്? ഒറ്റ പെഗ്ഗില് വാളാണ്, അടിച്ച് പെലഞ്ഞിരിക്കണേണ്. ഞാനും അമ്മയും കൂടി ഓരോ പെഗ്ഗെടുത്ത് ഇങ്ങനെ അടിച്ചോണ്ടിരുന്നിട്ട് കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പൊ ഞാൻ അമ്മേനോട് അച്ഛന്റെ കാര്യമൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ രാവിലെ അമ്മ വരും വണ്ടിയായിട്ട്, അച്ഛൻ അമ്മയുടെ കൂടെ പൊക്കോളണം. ഓക്കെ? അയ്യോ എന്നെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിട്ട് പോവാനോ? അച്ഛൻ പോവില്ലടാ. അവളെ അടിച്ച് വിലഞ്ഞ് ഇതിലും കഷ്ടം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാ. അറിയാമോ? ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ? കുറച്ച് പണി കൂടി ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഇനി അച്ഛൻ ചെയ്തോളും. നീ റൂമിലേക്ക് വാ. ചോരില്ലാത്ത വർത്താനല്ലേ പറഞ്ഞത്? 24 മണിക്കൂർ മനുഷ്യൻ പണിയെടുത്തോടെ നടുഒടിഞ്ഞിരിക്കുകയാണ്. ഒന്ന് നടു നിവർത്താന്ന് കരുതിയപ്പോ പറയണം അങ്ങോട്ട് വരാനായിട്ട്. അപ്പൊ ഇന്ന് എന്റെ ഉറക്കം പോയി. നിന്റെ ഭാഗ്യം അല്ലാതെ എന്നാ പറയാനാ മോനെ? എടാ തോർത്തു കൊടുക്കടാ. ഇത് തോർത്തിനൊന്നല്ലേ, പിന്നെ ഞാൻ തോർത്തു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവള് റൂമിന്റെ വാതിലല്ലേ, അതിന്റെ അവിടെ ഒളിച്ചിരിക്കും. ഞാൻ റൂമിൽ കയറി കഴിയുമ്പോ പുറകെ കൂടെ വന്നിട്ട് ഇങ്ങനെ നിന്റെ അമ്മേനെ പോലെ തന്നെ ഇതൊരു തോർത്ത്. നിന്റെ അമ്മക്ക് ഞാൻ എത്ര തോർത്ത് കൊടുത്താന്നറിയാമോ? അതിലൊരു തോർത്താണ് നീ. ഞാനോ? എന്റെ പച്ച ചുരിദാർ തേച്ചു വെച്ചായിരുന്നാ? ഞാൻ മഞ്ഞ ചുരിദാർ തേച്ചു വെച്ചായിരുന്നല്ല. മഞ്ഞ ചുരിദാർ തേക്കാനാണ് ഞാൻ പ്രഭയോട് പറഞ്ഞത്. പക്ഷെ മഞ്ഞ ചുരിദാർ ഇട്ട് നല്ല ഭംഗി. ഞാൻ പറയണ കേട്ടാ മതി. പച്ച ചുരിദാർ തേക്കാൻ പറ, പച്ച ചുരിദാർ തേക്കണം. ഇല്ല നല്ല പച്ച തെറി ഞാൻ പറയും. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ കേൾക്കൂലേ? അതിന്റെ നാണക്കേട് എനിക്കും അവനല്ലേ മോളെ? അച്ഛാ ഇത് ഞാൻ പണിതിട്ട വീടാണ്. ഇവിടെ കിടന്ന് ഞാൻ ചിലപ്പോ തുള്ളും, ചിലപ്പോ ഞാൻ ഒച്ച വെക്കും. ഇത് പച്ച ചുരിദാറാണോ? ഇത് മഞ്ഞ ചുരിദാറല്ലേ? ഞാൻ തേക്കാം. പിന്നെ തേപ്പൊട്ടിക്ക് ചൂടില്ല കേട്ടോ. ഞാൻ ചൂടാക്കി തരട്ടെ. അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നാട്ടുകാരെ ആണുങ്ങളാണ് അച്ഛന് ചെലവിന് തന്നത്? അല്ലല്ല ഞാനല്ലേ. മിണ്ടോതൊരു മൂലക്ക് ഇരുന്നോളണം. പിന്നെ കെട്ടിച്ച് വിട്ട വീട്ടിൽ പോയി കിടന്ന് വിലസണ്ട ആളാ ഇവിടെ കിടന്ന് വിലസരേന്ന് ആലോചിച്ചോളണം കേട്ടാ. അല്ല പിന്നെ അതെ. എന്താ? ദേഷ്യപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയണ്ട. എന്താണ്? ഒന്നുമില്ല. ചോദിക്കണില്ലപ്പാ. ദേഷ്യപ്പെട്ടോണ്ടിരിക്കാനുള്ള. ഓ ഞാൻ ദേഷ്യപ്പെടുന്നില്ല, കാര്യം പറയട്ടെ. പറ. അതായത് എന്തായത്? അച്ഛൻ അടുക്കള പണിയൊന്നുമില്ലേ? ഇവിടെ എന്റെ പറയാണ്ടെന്ന് പറഞ്ഞു. അച്ഛാ പോയി അടപ്പൂതച്ചാ. മഞ്ഞിക്കിടാൻ പറഞ്ഞിട്ട് വന്ന് ഇരിക്കണോ നോക്കിക്ക്.
കാര്യം പറയണില്ലേ? പറ. അതായതേ ആ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുദർശനല്ലേ, ആ. അവന് വിശേഷായി. സുദർശന സുദർശനല്ല, സുദർശന്റെ ഭാര്യയ്ക്ക് വിശേഷായി. അയിന് എന്റെ അടുത്ത് അവൻ ചോദിക്കാനേ, നിനക്ക് വിശേഷം ആയില്ലേ? നിനക്കോ? എനിക്കല്ല, നിനക്ക്. എനിക്കോ? ആ. എന്റെ പ്രഭ ഇവിടെ ഉള്ള പണിയൊന്നും പോരാഞ്ഞിട്ടാണ് ഇനി കൊച്ചിനെ നോക്കണ പണിയും കൂടി. അച്ഛൻ കൊച്ചു നോക്കാന്ന് പറഞ്ഞല്ല. അച്ഛനാണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് പ്രഭനെ ഇളക്കി വിടുന്നേ. ഞാനൊന്നുമില്ല. നിനക്ക് തരാട്ടോ, നീ വാ നീ വാ നീ. എന്ത്? അച്ഛന്റെ കാലിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകണം. അത് കണ്ണീക്കട ഒഴുകേണ്ട വെള്ളാടാ കാലേക്കട പോകും. എവിടെ കൂടി ഒഴിക്കാനും ശരി തുടച്ചിട്ടോണം. എന്നെ നോക്കണ്ട, അതിനാ അവനവൻ്റെതൊക്കെ അവനവൻ, ഞാനല്ല. മറ്റേ കാര്യം മോളെ, എന്താ? ഒരു കുടുംബത്തില് ഒരാളുടെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകത്തില്ല. അപ്പൊ ഇവന് പുരുഷ സംഘത്തിൽ ജോലിക്ക് പോണെന്ന് പറയണം. മോളുടെ അഭിപ്രായം എന്നാ? പ്രഭേ, ഇവിടെ ആണുങ്ങളെ പണിക്ക് വിട്ടിട്ടുള്ള പാരമ്പര്യം നീ കുടുംബത്തിലില്ല. പ്രത്യേകിച്ച് എനിക്ക് അത് ഓർമ്മ വേണം. പ്രഭക്ക് പണിക്ക് പോണോ? എനിക്കല്ല, അച്ഛന് പോണ കാര്യം. അച്ഛാ, അതൊക്കെ അങ്ങ് പണ്ട്. അച്ഛന് പോണോ? മോണ്ട്രി, ഞാൻ ഇവിടെ എങ്ങനെയും നിന്നോളാം. ജോലിക്ക് പോണം പോലും. ഓ, അപ്പോഴേക്കും പൂങ്കണ്ണീര് ഒലിച്ചാ. ഒന്നല്ല അച്ഛാ, നമ്മൾ ആണുങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ. നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരു ഷർട്ട്, ഒരു മുണ്ട്, ഒരു കോട്ടർ, അത് അച്ഛൻ പണിയെടുക്കുന്ന പൈസ കൊണ്ട് മതി, എന്റെ പൈസ കൊണ്ട് വേണ്ട. ഇതൊക്കെ ഞാൻ പ്രഭയ്ക്ക് വാങ്ങി തരുന്നില്ലേ പ്രഭേ? അങ്ങനെയൊന്നുമില്ല. എന്ത് പറഞ്ഞു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പൈസ എന്താ പ്രഭ ഈ പറയുന്നേ? ഞാൻ എന്നെ പെറുക്കിയതാണ്. പ്രഭേ, കരയാതിരി. ഞാൻ കരയും. ഇങ്ങോട്ട് വന്നേ. ഞാൻ വരൂല. ഇങ്ങോട്ട് വരാൻ. എന്താണ്? എന്തിനാണ് കരയണേ? എന്തിനാണ് ആ മുഖം തുടച്ചേ? കണ്ണീരോടക്ക്. നീ സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ. എന്താണ്? പോയി കുളിച്ചിട്ടൊക്കെ വാ. 24 മണിക്കൂർ ഒറ്റ ചിന്ത മാത്രമേ കുളിച്ച് റെഡിയായി വന്നാ നമുക്ക് നൈറ്റ് ഒരു റൈഡിന് പോവാന്ന്. എന്താണ്? നൈറ്റ് റൈഡിന് പോവാന്ന്. നൈറ്റ് ഡ്രൈവിനാ? ആ, ഉറപ്പ്? ഉറപ്പ്. സത്യം? സത്യം. സത്യം? അച്ചാച്ചാ? അച്ഛനെ കയറി അച്ചാച്ചാന്നോ? അച്ചാച്ചനല്ല, അച്ചാച്ചാ. അവള് പറഞ്ഞു കേട്ടാ. എന്താണ്? എന്നെ അവള് നൈറ്റ് ഡ്രൈവിന് കൊണ്ടാൻ വേണ്ടി പോവാണ്. ഞാനൊരു കാര്യം പറയാം. ആ. നമ്മൾ ആണുങ്ങളാണ്, രാത്രിയാണ് പോണത്. നമ്മളെ തന്നെ സൂക്ഷിക്കണം. ഞാൻ നോക്കിക്കോളാം. അച്ഛൻ വരുന്നുണ്ടോ? അച്ഛൻ വരുന്നുണ്ടോ? ഞാൻ വന്നില്ലടാ, ഞാൻ വന്നില്ല. പറ്റില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ അമ്മേനെ എപ്പോഴെങ്കിലും നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോയിട്ടുണ്ടോ? ഓ, അച്ഛനും അമ്മയും പണ്ട് നൈറ്റ് ഡ്രൈവിന് പോയത് അച്ഛനൊരു പെൻ ഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് അച്ഛൻ എടുത്തിട്ട് കാണും. അച്ഛൻ വരില്ല അപ്പൊ? ഞാൻ വന്നില്ലടാ. അപ്പൊ ഒരു പണി, അച്ഛൻ അടുക്കളയിൽ ഒരുപാട് പണികൾ ബാക്കിയുണ്ടേ. അയ്യോ, അതൊക്കെ ചെയ്തു തീർക്കണം. ഏട്ടാ, പിന്നെ ഞാൻ ഇവളും വരുമ്പോ കുറച്ച് സമയം വരും. ഞങ്ങൾ ടിന്നറൊക്കെ കഴിച്ചിട്ടേ വരുള്ളൂ. ചാവാൻ പോവാ. എന്താ? ഇന്നർ കഴിച്ചിട്ട് ഇന്നർ ഡിന്നറല്ല, ഡിന്നർ. അത് കഴിച്ചിട്ട് ഞങ്ങൾ വരുള്ളൂ കേട്ടോ. ഓക്കേ, ഓക്കേ. ഞങ്ങൾ അങ്ങനെ വരുള്ളൂ. പിന്നെ അച്ഛാ, തമ്പായി നമ്മുടെ പ്രാർത്ഥന കേട്ടു. തമ്പായോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. അവൾക്ക് എന്തോ ഒരു മനസ്താപൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ. അച്ഛാ, ഇവിടെ ഇരുന്നോണേ. ഇതുപോലെ പണ്ട് ഓർമ്മ കിട്ടിയിട്ടുള്ളതാ, ഇപ്പഴാ എനിക്ക് ഓർമ്മ വന്നത്. പ്രഭേ, വേഗം വേണം, ലേറ്റ് ആവരുതേ. അതെ, ഞാൻ പച്ച ഷർട്ട് ഇടണം, മഞ്ഞ ഷർട്ട് ഇടണം? ഏതെങ്കിലും ഇട്ടിട്ട് വാ പ്രഭേ. നിനക്ക് മഞ്ഞ ഷർട്ടല്ലേ ഇഷ്ടം? ഇടാം. ഇത്ര സമയം എടുക്കും ഒരുങ്ങാനായി. ഞാനേ വെള്ള പാന്റ് ഇടണം, നീല പാന്റ് ഇടണം? ഏതെങ്കിലും ഇട്ടിട്ട് വാ പ്രഭേ. നീലാണ് ഇവൾക്ക് ഇഷ്ടം. നീല. അയ്യോ, ഞാൻ ഷൂ ഇടില്ല കേട്ടോ. പോവണ്ടാട്ടാ. പോകണ്ടെന്ന് നിന്റെ ഓട്ടം കണ്ടപ്പോ തോന്നി പോകാൻ പറ്റും. പറഞ്ഞ ഇനിയിപ്പോ നൈറ്റ് ഡ്രൈവിന് പോകാൻ എന്ത് ചെയ്യും? ഞാനൊരു കാര്യം പറയട്ടെ, പെൻഡ്രൈവ് അവിടെ ഇരിക്കുന്നുണ്ട്. ഒന്ന് പോച്ചാ. ഓച്ചനോ? അല്ല, ഒന്ന് പോച്ചാ. അതെ, 2 ആണുങ്ങളുള്ള വീടാണിത്. എത്ര നേരം ഞാൻ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ തരാൻ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചായ കൊണ്ടുവരാം. അതെ പ്രഭേ, അടുക്കള അവിടെയല്ലേ, ഇവിടെയാണ്. അത് പോലും അറിയില്ല. ഇതുപോലെ പെണ്ണുങ്ങളെ പേടിയുള്ള. അയ്യോ, ഹലോ, അനീഷേ, എടാ ആ ഫയൽ എനിക്ക് നാളെ രാവിലെ കിട്ടിയേ പറ്റൂ. തമാശ കളിക്കല്ലേ. ചായ കൊടുക്ക. അവള് ഫോണിൽ വിളിക്കുമ്പോ ചായ കൊടുത്ത് അവള് ദേഷ്യപ്പെടും. അയ്യോ, എനിക്ക് നാളെ രാവിലെ മേശപ്പുറത്ത് ഫയൽ ഇരുന്നില്ല എന്റെ സ്വഭാവം മാറും അനീഷേ. ചായ കൊടുക്കടാ. ചൂടായി നിൽക്കണം അവള്. ഇത് കൊടുത്താൽ മതി, തണുത്തോളൂ. ആണോ? ഒരു എക്സ്ക്യൂസ് എനിക്ക് കേക്കട്ടെ. സൂക്ഷിക്കാൻ പാടില്ലേ? ചായ അങ്ങോട്ടൊന്ന് മിണ്ടാണ്ടിരിക്കണം. അയ്യോ, ഒരടി കിട്ടിയപ്പോഴേക്കും എന്റെ കണ്ടിട്ട് കാഴ്ച പോയി. അച്ഛനെ കാണാനില്ല. കാഴ്ച പോയതല്ല, അച്ഛനെ ഓടിയതാണ്. അച്ഛൻ ഓടിയതാണ്. പ്രഭേ, ഇവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വരുമ്പോ ആ മോട്ടത്തല പിടിച്ചാൽ ഭിത്തിക്കിട്ടടിക്കും ഞാൻ. ഇതിന്റെ ഒക്കെ കൂടെ ഭർത്താവായിട്ട് ജീവിക്കുന്നത് നല്ലത് ആത്മഹത്യ ചെയ്യണതാ. എന്റെ അമ്മക്ക് എത്ര ബന്ധങ്ങൾ വന്നെന്നറിയാം. ഒന്നും വേണ്ട, ഇതിനെ മതി. എന്നാ മോനെ, ഇതാരാണത്? കാലിന്റെ തള്ളവരമ വോട്ട് ചെയ്ത് വന്നേക്കണത്? അത് കുഴിനകം കുത്തിയതാടാ. ഇവിടെ ഉണ്ടായിരുന്നാ? ഞാൻ അപ്പുറം ഉണ്ടായിരുന്നു. ഇവിടെ നടന്നൊന്നും കണ്ടില്ലായിരുന്നല്ലോ. വല്യച്ഛനോ? വല്യച്ഛനല്ല, എനിക്ക് മടുത്ത്. എനിക്ക് ഈ ജീവിതം മടുത്ത. അങ്ങനെ അല്ലടാ മോനെ, അങ്ങനെ അല്ലാതെ. അതായത് നമ്മൾ ആണുങ്ങളാ,
നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനൊക്കെ പഠിക്കണം. 3 വർഷമായില്ല അച്ഛൻ നമ്മോടെ കൊടുത്തിട്ട്. ഞാൻ സഹിക്കാനും ക്ഷമിക്കാനൊക്കെ നോക്കണ്ട, പക്ഷെ അവള് സമ്മതിക്കല്ലോടാ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളാണുങ്ങള് ഭൂമിയോളം താഴണം. താഴണം കേട്ടോ. നിന്റെ അമ്മയുടെ അടുത്ത് അച്ഛൻ ഇതുപോലെ താന്ന് 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 വലിയ കുഴിയായി. ആ കുഴിയില് അച്ഛൻ എടുത്ത് ഇടുമെന്ന് അറിയപ്പോഴാണ് അച്ഛൻ ഇങ്ങോട്ട് പോകുന്നത്. മോര് കാര്യം ചെയ്യാം, അവളോട് പോയി കിടക്ക്. ഞാൻ അവിടെ പോയി കിടക്കൂല. എടാ മോനെ അങ്ങനെ പറയില്ല. ഞാനിവിടെ കിടന്നോളാം. ഏട്ടാ നമ്മുടെ ദാമ്പത്യ ജീവിതം നീ നശിപ്പിക്കരുത്. അവളെ നശിപ്പിക്കും. അവളെ തല്ലു വെച്ച് ഞാൻ ഇവിടെ കിടന്നോളാം. ഞാൻ ഇവിടെ കിടന്നോളാം. അച്ഛൻ പോയിക്കാം. അച്ഛൻ്റെ ചുണ്ടിൽ കിടക്കൂലോ? ഞാൻ ഇവിടെ കിടന്നോളാം. അച്ഛാ അറിയണ്ടാട്ടോ. ഇല്ല, ഞാൻ അച്ഛൻ പൊക്കട്ടെ. ഞാൻ ഇവിടെ കിടന്നോട്ടെ. ആ കറുത്ത ചരട് അരക്കെട്ടിൽ അങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കണ എഴുന്നേക്കണില്ലല്ല. ആൾക്കാരെ വിളിച്ചു കൂട്ടല്ലേ. റൂമി വന്ന് കിടക്ക്. റൂമി വന്ന് കിടക്കാൻ. പണിയെടുത്ത് ശരീരം ഭയങ്കര വേദന. എന്താണ് വെറുതെ ഒരു അതല്ലെന്ന്, എനിക്ക് നീലാണ്ട് ഉറങ്ങാൻ പറ്റില്ല. റൂമി വന്ന് കിടക്കാൻ. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? കിടക്കൂല നീ? കിടക്കൂല. ഉറപ്പാണോ? ഉറപ്പാണ്. എന്നാ നീ എന്നാ മോനെ എന്നാ പറ്റിയ സ്വപ്നായിരുന്ന എന്ത്? ഞാനേ ഒരു വലിയൊരു സ്വപ്നം കണ്ട്. എന്ത്? കുറെ നാളുകൾ കഴിയുമ്പോണ്ടല്ലോ ഈ ഭർത്താക്കന്മാർ ചെയ്യുന്ന ജോലികളൊക്കെ ഭാര്യമാരും ചെയ്യും, ഭാര്യമാര് ചെയ്യുന്ന ജോലികളൊക്കെ ഭർത്താക്കന്മാരും ചെയ്യും. ഈ വീട്ടിലുണ്ടല്ലോ എന്റെ ഭാര്യ അച്ചറ പുച്ചറ പണിയെടുപ്പിക്കായിരുന്നു. കൂടുപാട് തല്ലുകയും ചെയ്ത്. അച്ഛനുണ്ടായിരുന്ന മോനെ? അച്ഛനായിരുന്നു മെയിൻ. വേറെ കാര്യം പറയട്ടെ, ഇതൊക്കെ സ്വപ്നാണല്ലോ എന്ന് അറിഞ്ഞപ്പോഴാണ് ഒരു സമാധാനം. ചായ ഇതുപോലല്ലായിരുന്നു അവള് അതിനകത്ത്. എന്റെ പൊന്ന് കൊടുമ്പിരിക്കുന്നു അവള്. അയ്യോ, പല തവണ ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചായ ഇടുമ്പോ പഞ്ചസാര ഇടണം. പഞ്ചസാരന്റെ തണ്ട ഒന്നുകൂടി. എന്റെ തന്തേ, എന്റെ തന്ത കിട്ടാന്തോ? എന്റെ തന്ത കിട്ടാന്ത പഞ്ചസാര വേണമെങ്കിൽ തന്റെ കൈക്ക് കുരുവൊന്നുമില്ലല്ലോ. അടുക്കള വന്ന് ഇടാൻ നോക്കണോ? അച്ഛാ, അപ്പൊ അത് സ്വപ്നല്ലായിരുന്നോ? അത് സ്വപ്നമല്ല മോനെ, ഇതാണ് യാഥാർത്ഥ്യം. പ്രഭ ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഒരു കാര്യം ഉറപ്പാണ്, നമ്മള് ഗേൾസ് ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ആണേ? കറക്റ്റ് അല്ലേ? ശരിക്കും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ന്യൂ ഇയറിന്റെ ദിവസം ചിരിച്ചു കഴിഞ്ഞാൽ ഈ വർഷം മൊത്തം ചിരിക്കാനുള്ളൊരു അവസരം കിട്ടിയ പോലെയാ. ഇങ്ങനത്തെ ഒരു ന്യൂ ഇയർ ആവട്ടെ നമ്മുടെ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാമെന്ന്. ഗംഭീരായിരുന്നു. വിഷ്ണുപ്രിയയുടെ ഓരോ സാധനങ്ങളൊക്കെ ഞാനും ശ്വേത ചേച്ചി നോക്കി നോക്കി ചിരിക്കുമായിരുന്നു. ശ്രീവിദ്യ ആസ്വദിക്കായിരുന്നു. സത്യം. അല്ല, ഒരു കാര്യം പറയണം. ആദ്യമായിട്ട് ഇതിന്റെ ഈ ഒരു ആശയം, ഈ സ്റ്റോറി ബോർഡ്, എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ഞാൻ എത്രയോ റിയാലിറ്റി ഷോയിൽ ഇരുന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് എന്തൊരു ആക്ടിങ്. യുനോ, എനിക്ക് തോന്നുന്നു ഇവിടെ ആണുങ്ങളും അത്ര തന്നെ ആസ്വദിച്ചു. നമ്മൾ ഓബ്വിയസ്ലി യുനോ ഒരു സുപ്രീമസി, ഒരു ഭയങ്കര ഒരു ഡോമിനേറ്റിംഗ് ഫീല് വന്നു നമുക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൽ ആണുങ്ങളും അത്ര തന്നെ ആസ്വദിച്ചു. ആൻഡ് വാട്ട് പെർഫോമൻസ് ഷജീർ, ഐ ലവ് ദിസ്. സൂപ്പർ ആയിരുന്നു. സൂപ്പർ. ഒരു കാര്യം പറയട്ടെ, ഇത് സാധാരണ നമ്മൾ റിഹേഴ്സലൊക്കെ ഒരു 9 മണി കഴിഞ്ഞാൽ നിർത്തി വെക്കാറ പതിവ്. 9 മണി വീട്ടിൽ പോകും, അങ്ങനെ നിർത്തി വെക്കും. ഇത് രാത്രി 1:30 വരും ഞങ്ങളുടെ ഗ്രൂമർ. ഷജീറ എന്തരായി ഷജീറ? അങ്ങനെ പുള്ളിയുടെ ഒരു എന്താ പറയാ കോൺട്രിബ്യൂഷനും ഞങ്ങളെ പഠിപ്പിക്കാനുള്ള പുള്ളിയുടെ ആവേശവും അതൊക്കെ തന്നെയാണ് ഇങ്ങനെ നന്നായിട്ട്. ഈ പറഞ്ഞ ആവേശവും 1:30 മണി വരെ റിഹേഴ്സലൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ബാറ്ററി എത്രത്തോളം തരും എന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട്. കൗണ്ടർ എത്രത്തോളം കയറി ഇറങ്ങി എന്നുള്ള ഒന്നും അറിയില്ല. നമുക്കപ്പോ ബാറ്ററിയിലേക്ക് നേരെ നോക്കാം. അത്രേ പറയാനുള്ളൂ. ബാറ്ററി കാണാം. സൂപ്പർ 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 സൂപ്പർ. അടിപൊളി അടിപൊളി അടിപൊളി. ഹാപ്പി ആയില്ലേ? നാളെ മുതൽ ഷജീറേട്ടന്റെ സുബിന്റെ ഒക്കെ വീട്ടിലെ അവസ്ഥയാണ്. And I would say
2025 നമ്മളിങ്ങനെ അടുത്ത വർഷത്തേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. ബട്ട് ഇവരുടെ സ്കിറ്റ് ലാസ്റ്റ് എത്തി നിൽക്കുമ്പോഴും 50,000 rupees ഇവര് നേടിയിരിക്കുകയാണ്. അല്ല, നമ്മളുടെ മലയാളി പ്രേക്ഷകർക്ക്, നമ്മുടെ അമൃത ടിവിന്റെ പ്രേക്ഷകർക്ക് നമ്മൾ ഒരു മോഹം കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. 2025 നിങ്ങളുടെ ലാസ്റ്റ് കിറ്റ് അടിച്ച് പൊളിച്ച് നിങ്ങൾ സൂപ്പർ. ബാങ്ക് ഓഫ് ബോംബെ 50,000 തരുന്നു. Credited.